സരസമ്മയ്ക്ക് ഇന്ന് വീട്ടിൽ പോയേ തീരുന്നുണ്ടോ? പോകാതെ പിന്നെ? സരസമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ നമുക്കിവിടെ ടി-വിയിലൊരു മുറി എടുത്ത് താമസിക്കാം. അത് രാവിലെ വീട്ടിൽ പോവുകയും ചെയ്യാം. ചേട്ടൻ എന്നെ ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നതല്ലേ? ഞാൻ ഇത്തരക്കാരിയാണെന്ന് ചേട്ടനോട് ആര് പറഞ്ഞു? സരസമ്മ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ ഇരിക്കൂ. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അതിനിങ്ങനെ ക്ഷോഭിക്കുന്നതിന്. എന്നാലും എന്നോട് ഇങ്ങനെ പറയാൻ ചേട്ടന് തോന്നിയല്ലോ. ആ, സരസമ്മ എന്താ ഒന്നും മിണ്ടാതെ? സമയം പോകുന്നു, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഇന്ന് വീട്ടിൽ ചെന്നില്ലെങ്കിൽ എവിടെയായിരുന്നു എന്ന് ചോദിക്കില്ലേ ചേട്ടാ? അതൊന്നും ഒരു പ്രശ്നമല്ല. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ വൈകിപ്പോയി. അതുകൊണ്ടൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോയി താമസിച്ചു എന്ന് പറയുന്നു. നമ്മൾ രണ്ടുപേരും ടി-വി താമസിച്ചു എന്ന് വല്ലവരും അറിഞ്ഞാൽ? ആവശ്യമില്ലാതെ ഭയപ്പെടുന്നതിന്. അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ പോയി താമസിക്കാൻ പോകുന്നത്. ഞാൻ പാവമാണ് ചേട്ടാ. അതുകൊണ്ട് ചേട്ടൻ എന്നെ ചതിക്കുമോ? ഞാൻ ചേട്ടനോട് ഒരുമിച്ച് വന്നാൽ ചേട്ടൻ എന്നെ ഉപേക്ഷിക്കുമോ? അത് കൊള്ളാം. ആരെങ്കിലും ഉപേക്ഷിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോവോ? എങ്കിൽ ഞാൻ വരാം. സരസമ്മയുടെ വീട്ടിലേക്കല്ലേ? അല്ല, ചേട്ടൻ പറഞ്ഞെടുത്ത്. ടി-വിയിലേക്കോ? എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാര്യം? ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ വരാതിരുന്നാൽ ചേട്ടന് വിഷമം തോന്നില്ലേ? എനിക്കൊരു വിഷമവുമില്ല. എനിക്ക് വിഷമമുണ്ട്. പിന്നെ ഇനി ആലോചിക്കാനൊന്നുമില്ലല്ലോ. അവസാനം എന്നെ കൈവിട്ടുകളയില്ലേ ചേട്ടാ? അപ്പോ സമ്മതിച്ചു? ആ, സമ്മതിച്ചു.